വീട്ടിൽ പൊങ്കാല ഇടുന്നത് കൊണ്ട് തന്നെ വീടിൻ്റെ പരിസരവും അതുപോലെ തന്നെ ആ മുറ്റവും ഒക്കെ നല്ല രീതിയിലൊന്ന് വൃത്തിയാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇങ്ങനെ വീട് നല്ല രീതിയിൽ വൃത്തിയാക്കിയ ശേഷം കലശവെള്ളമോ അല്ലെങ്കിൽ ഗോമൂത്രമോ അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരൽപ്പം വെള്ളത്തിൽ മഞ്ഞളും ഉപ്പും കലർത്തിയ ശേഷം അത് തളിക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ എപ്പോഴും പൊങ്കാല ഇടുന്ന സമയത്ത് കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് വേണം പൊങ്കാല ഇടാനായിട്ട്. ആറ്റുകാൽ ക്ഷേത്രത്തിലേക്ക് പോയി കഴിഞ്ഞാൽ എപ്പോഴും നമുക്കിത് കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് പൊങ്കാല ഇടാൻ സാധിച്ചു എന്ന് വരില്ല. കാരണം ആ ഒരു സമയത്തുള്ള അവിടെയുള്ള തിരക്കും കാര്യങ്ങളും അതുപോലെ തന്നെ റോഡിൻ്റെ ഇരുവശങ്ങളിലുമായിട്ടായിരിക്കും പൊങ്കാല ഇടുന്നത്. അല്ലെങ്കിൽ നിങ്ങളൊരു ലോഡ്ജിൽ റൂം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുന്നിലായിട്ടായിരിക്കും പൊങ്കാല ഇടുന്നത്. അപ്പോൾ ആ ഒരു സ്ഥലത്ത് നമ്മൾക്ക് അങ്ങനെ കിഴക്കോട്ട് തിരിഞ്ഞ് നിന്ന് തന്നെ പൊങ്കാല ഇടണം എന്ന് വിചാരിച്ചാൽ സാധിക്കുന്ന കാര്യമല്ല. എന്നാൽ വീട്ടിൽ പൊങ്കാല ഇടുന്നവർക്ക് അത് പാലിക്കാവുന്നതേ ഉള്ളൂ ആ ഒരു കാര്യം. അതായത് കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് വേണം വീട്ടിൽ നിന്ന് പൊങ്കാല ഇടാനായിട്ട്. അപ്പോൾ ചിലർക്ക് സംശയം ഉണ്ടാകും, വീടിൻ്റെ മുൻവശത്ത് വെച്ചിട്ടായിരിക്കുമല്ലോ പൊങ്കാല ഇടുന്നത്, അപ്പോൾ വീടിൻ്റെ ദർശനം പടിഞ്ഞാറോട്ടാണ് അല്ലെങ്കിൽ വീടിൻ്റെ ദർശനം തെക്കോട്ടാണ്, അങ്ങനെയെങ്കിൽ ആ ഒരു ഭാഗത്തേക്ക് വേണോ പൊങ്കാല ഇടാൻ എന്നുള്ളത്. അല്ല, നിങ്ങൾ വീടിൻ്റെ ദർശനം ഏത് ദിശയിലും ആയിക്കോട്ടെ, നിങ്ങൾ കിഴക്കോട്ടേക്ക് ദർശനമായിട്ട് പൊങ്കാല ഇടുക.